തെറ്റിനെതിരെയും അനീതിക്കെതിരെയും പ്രതികരിക്കുന്നവർ ധൈര്യശാലികളും സാമൂഹ്യ മാറ്റത്തിന് അടിത്തറയിടുന്നവരുമാണ്. എന്നാൽ ഇങ്ങനെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും സമൂഹത്തിൻ്റെ എതിർപ്പുകളും ഭീഷണിയും ഒക്കെ അവർക്ക് നേരെ ഉണ്ടാകാം. തിരുവനന്തപുരം വർക്കലയിൽ സ്വകാര്യ ബസ് ഡ്രൈവറുടെ അപകടകരമായ ഡ്രൈവിംഗ് ചോദ്യം ചെയ്ത യുവതികൾ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചാണ്. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന യുവതികൾക്ക് നേരെയാണ് ബസ് ജീവനക്കാർ അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തത്. സംഭവത്തിൽ സ്വകാര്യ ബസ് പിടിച്ചെടുത്ത RTO ഇവർക്കെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വർക്കലയിൽ അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ചത് ചോദ്യം ചെയ്ത യുവതികളെ അസഭ്യം വിളിച്ച സംഭവത്തിലാണ് നടപടി. ഇടവ മൂടില്ലാവിള തൊടിയിൽ വീട്ടിൽ ദീപ പ്രകാശിന്റെ പരാതിയെ തുടർന്ന് ബസ് വർക്കല സബ് RTO പിടിച്ചെടുത്തു. തിങ്കളാഴ്ച വൈകിട്ട് 4:15 ഇടവ ഒടിയം മുക്കിന് സമീപമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന യുവതികളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ബസ് ഓടിച്ചുവെന്നും അത് ചോദ്യം ചെയ്തപ്പോൾ ബസ് ജീവനക്കാർ അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. ഇടിച്ചില്ലാത്ത രീതിക്കാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോയത്. ഇത്ര സ്പീഡിന് എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവര് പിന്നെ എന്തൊക്കെയോ കുറെ അങ്ങ് അസഭ്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അല്ല, നീയൊക്കെ പോയി എന്ത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ലടി, നീക്ക് പോയി എന്ത് വേണമെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞു. വർക്കല പരവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ദേവിക ബസ്സിലെ ഡ്രൈവർക്കെതിരെയാണ് പരാതി ഉയർന്നത്. സംഭവത്തെ തുടർന്ന് യുവതികൾ അയിരൂർ പോലീസിലും വർക്കല സബ് RTOയ്ക്കും പരാതി നൽകിയിരുന്നു. സ്വകാര്യ ബസ് ജീവനക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് മുൻപും നാട്ടുകാർക്കിടയിൽ പരാതികൾ വ്യാപകമാണ്. സംഭവത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സ്ത്രീകളോട് അവമര്യാദയായി പെരുമാറിയ ബസ് ഡ്രൈവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു. ഇങ്ങനെ പിടിക്കപ്പെടുന്ന വാഹനത്തിലെ ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.